എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. പെരുന്നാളൊക്കെ ആവാനായതുകൊണ്ട് എല്ലാവരും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിലുള്ള ഒരു ചോക്ലേറ്റ് ലോഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ലോഗ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഫ്രൈങ് പാനിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് നല്ലോണം ഒന്ന് മാറി വരണം കേട്ടോ. നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വരണം. അത്രയും വരെ ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു കുറച്ച് ഡാർക്ക് കളറാകുന്നത് വരെ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാൽപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മാരിഗോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്, ബിസ്കോഫോ അല്ലെങ്കിൽ ഏത് ബിസ്ക്കറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം അതെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 10 മാരിഗോൾഡ് ബിസ്ക്കറ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് അത് പാൽപ്പൊടിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് വേണ്ടത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഞാൻ ഏകദേശം ഒരു 1/3 കപ്പ് വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുഴക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എന്തുമാത്രം സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തിയുടെ മാവല്ല, അതിനേക്കാളും ടൈറ്റായിട്ട്, നല്ല ടൈറ്റായിട്ട് നിൽക്കണം. എന്നാൽ നമുക്ക് ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുക്കാനും പറ്റണം. അത്രയും ആവശ്യത്തിനുള്ള സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഞാനിത് ഈ ഒരു രൂപത്തിൽ നല്ല ടൈറ്റായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ നമ്മുടെ ചോപ്പിംഗ് ബോർഡിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലോ മറ്റോ വെച്ച് ഇതുപോലെ ഉരുട്ടി നേരിയതാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല നീളത്തിൽ നമുക്ക് പറ്റുന്ന അത്രയും, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഇത് നേരിയതാക്കേണ്ടത് ആ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ നേരിയതാക്കി എടുക്കുക. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ നേരിയതാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ 4 എണ്ണം ഇതുപോലെ നേരിയതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി അത്രയും ഡോ വെച്ചിട്ട് ഈ ഒരു 4 നീളത്തിലുള്ള നേരിയ പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത്ര വണ്ണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര വണ്ണത്തിൽ വേണോ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിലർ രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റ് ഇതാ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. മുഴുവനും മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബ്രഷ് ഇല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് ഫോർക്കോ മറ്റോ വെച്ച് ഒന്ന് ഇങ്ങനെ ഡിസൈനാക്കി കൊടുത്താൽ മതി. നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മരത്തടിയുടെ ആ ഒരു ഡിസൈൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടും. ലോഗ് പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ ബ്രഷ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സ്പൂണ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലൊന്ന് ഫോർക്കോ മറ്റോ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം മുഴുവൻ ചോക്ലേറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതാ നല്ലതുപോലെ അതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ അതങ്ങ് ഡ്രൈ ആയിക്കോളും. അതല്ല നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ അടിയിലുള്ള ഭാഗത്തും കൂടി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് വെക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം തിരിച്ച് വെച്ച ഭാഗത്തും നല്ലതുപോലെ ചോക്ലേറ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗവും കൂടി ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ ചോക്ലേറ്റൊക്കെ അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കുറച്ച് ചെരിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മരത്തടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുപോലെ ഉണ്ടാവും കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത റോസ്റ്റ് ചെയ്തെടുത്ത പാൽപ്പൊടിയും
നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ബിസ്ക്കറ്റും ഒക്കെ ചേർന്നിട്ട് അതുപോലെ പുറത്തുള്ള ഒരു ചോക്ലേറ്റിൻ്റെ കോട്ടിങ്ങും കൂടി ആയപ്പോൾ പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്